ഒരു ക്യാൻസർ, ഒരു കഠിനമായിരിക്കുന്ന രോഗി, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ വ്യർത്ഥമാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് അങ്ങ് തീർക്കാം, ഇല്ലേ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജ്യേഷ്ഠനൊക്കെ ക്യാൻസർ രോഗിയായിട്ട് കിടന്നപ്പോൾ ഞാൻ വേദന കണ്ടതാണ്. അപ്പോൾ എന്താണ് ആ മരുന്നിൻ്റെ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. അത് മോർഫിനോ കണ്ടോ? അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പുള്ളി മയങ്ങും. എത്ര വലിയ വേദന, 5 മിനിറ്റ് മയങ്ങും. ഈ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ചാടി എഴുന്നേറ്റ് എന്തോ നിലവിളി, വേദനിക്കുന്നു പോലെ എന്തൊരു കരച്ചിലാണ്. അത് അസഹനീയ വേദന, നമുക്കറിയത്തില്ല. അപ്പം നോക്കിയാൽ ഈ ഭൂമിയിലെ ഏത് വേദനയ്ക്കും നമുക്ക് സഡേഷൻ തരുവാൻ മരുന്നുണ്ട്. പക്ഷെ നമ്മൾ നരകാഗ്നിയിലേക്ക് വീണ് കഴിഞ്ഞാൽ, ഇത് ക്യാൻസർ തുടങ്ങിയിട്ട് 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. നരകാഗ്നിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരു 10,000 കോടി വർഷം കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി കിട്ടത്തില്ല. ഒന്ന് ഓർത്ത് നോക്കി. അച്ഛാ, ഞാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ, ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഈ രക്ഷ നിങ്ങൾ സ്വന്തമാക്കണ്ടേ? ആ നരകാഗ്നിയിലേക്ക് വീണ് കഴിഞ്ഞാൽ 50,000 കോടി വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു 5 മിനിറ്റ് ഒരു തണൽ വേണമെന്ന് പറഞ്ഞാൽ കിട്ടാനില്ല. അതിന് അവസാനമില്ല. ഞാൻ കരഞ്ഞോണ്ടാണ് പറയുന്നത്. ഇത് റിയൽ അനുഭവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്ത് വേണം? മതം വേണോ, കർത്താവ് വേണം? പാരമ്പര്യം വേണോ, കർത്താവ് വേണം? സ്വർഗം വേണോ, നരകം വേണോ? തീരുമാനം നമ്മൾ തീരുമാനിക്കാൻ ദൈവം ഒന്നും ചെയ്തില്ല. അന്ന് പെണ്ണ് കാണാൻ ചെന്നു, ഈ പുള്ളിക്കാരുടെ സമ്മതം കിട്ടിയിട്ടാണ് വിവാഹ നിശ്ചയം നടത്തി, അല്ലേ? അല്ല, പെണ്ണ് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ നിശ്ചയം വെച്ചാക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പണ്ടൊക്കെ പിന്നെ അങ്ങനെ അപ്പന്മാർ പറയുന്ന പോലെ കേൾക്കുമെങ്കിൽ അത് നിയമമല്ലല്ലോ. അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ പെൺകുട്ടിയുടെ സമ്മതം കൂടെ കേട്ടിട്ടാണ് വിവാഹ നിശ്ചയത്തിന്റെ കുറി, അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ ഖജാന പ്രവേശിക്കണമെങ്കിൽ ഈ നിയമത്തിലേക്ക് വരുവാൻ സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ദൈവം പരിശുദ്ധാത്മാവിനെ തരുള്ളൂ. അല്ല സ്നാനമേറ്റതുകൊണ്ടല്ല, വിശ്വസിച്ച് സ്നാനമേറ്റുന്നില്ല.